ഈ ക്രിസ്മസിന് വേണ്ടിയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരുങ്ങുന്നുണ്ട്. വചനം വായിക്കുന്നു, പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നു, ദേവാലയത്തിൽ എല്ലാ ദിവസവും പോകുന്നു, പുൽക്കൂട് ഒരുക്കുന്നു, കൂട്ടുകാരൊക്കെ നമുക്ക് കാണാൻ പ്ലാനൊക്കെ ചെയ്യുന്നു, ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ എന്തിനാണ് വന്നത് എന്നൊരു ബോധ്യം കൂടെ നമുക്കുണ്ട്, ഇല്ലേ? നമ്മളെ രക്ഷിക്കാൻ, ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായിട്ടാണ് ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നത്. നമുക്കൊരു രക്ഷകനുണ്ട്. വി ഹാവ് എ സേവിയർ, അല്ലെ? നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും നമ്മളെ രക്ഷിക്കാൻ നമുക്കൊരു സേവിയർ, നമുക്കൊരു രക്ഷകനുണ്ടെന്നുള്ള ഏറ്റവും വലിയ ബോധ്യം കിട്ടുന്ന സമയമാണ് നമ്മുടെ ക്രിസ്മസ്. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ്, ഈ സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ വേണം, നമ്മുടെ ആനന്ദങ്ങൾ വേണം, നമ്മുടെ പൊട്ടിച്ചിരികളൊക്കെ വേണം, നമുക്ക് നല്ല പുൽക്കൂടൊക്കെ പണിയണം, കേക്കൊക്കെ മുറിക്കണം. ഒരുപാട് ആഘോഷങ്ങൾക്കിടയിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നത് എന്തിനാണ് എന്ന് നമ്മൾ ഏറ്റുപറയേണ്ടതായ ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കെസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ഇങ്ങനെ തന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നില്ലേ, ലോകം എന്ത് പറയുന്നു എന്നെ കുറിച്ച്, മറ്റുള്ളവർ എന്ത് പറയുന്നതിനെ കുറിച്ച്, ഇനി നിങ്ങൾ എന്ത് പറയുന്നതിനെ കുറിച്ച്? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ്ലിയ തിരിച്ചു പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ യോ മൈ സേവിയർ, യോ മൈ ലോർഡ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പത്രോസിലേക്ക് പ്രഖ്യാപിച്ചു. ഈ വർഷം നിങ്ങൾ ക്രിസ്മസിന് പുൽക്കൂട് പണിയുമ്പോഴോ, നിങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോഴോ, നമ്മൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം ഈശോയുടെ മുമ്പിൽ ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് ദാറ്റ് വി പ്രൊക്ലെയിം. നമ്മൾ ഈശോയെ, നമുക്ക് മനസ്സിലായ ഈശോ നമ്മൾ ഏറ്റുപറയാൻ നമ്മളെ കൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ്ലിയായ പോലെ നമുക്കും പറയാൻ പറ്റണം, ഈശോയെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ശരിയാണ്, ഒരു കുഞ്ഞു കാലിത്തൊഴുത്തില് ഒരു കുഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുൽക്കൂടിന്റെ ഒരു മാതൃകയിൽ ഒരു കുഞ്ഞു രൂപം, ഈശോയുടെ ഒരു കുഞ്ഞു രൂപമൊക്കെ നമ്മൾ എടുത്തു വെക്കും. ഒരു കുഞ്ഞുവാവയായിട്ടൊക്കെ ഈശോ നമ്മുടെ മുമ്പിലേക്ക് വന്നു. നമ്മളിത് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷെ അതൊരു കുഞ്ഞുവാവയല്ലെന്നും ഇതെന്റെ രക്ഷകനാണെന്നും ജീവനുള്ള ദൈവമാണെന്നും എന്റെ കർത്താവാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ദിസ് ക്രിസ്മസ് അടിപൊളിയായിട്ട് മാറുക. ഈശോയിൽ അത് അടിപൊളിയായിട്ട് മാറുന്നത് നമ്മൾ ഈശോയെ പ്രഖ്യാപിക്കുമ്പോഴാണ്.